ഇങ്ങനെ പോണു. എന്താ ഫുഡ് ഉണ്ടാക്കിയേ ചോദിക്കട്ടോ ജയാൻ. ഫുഡ് ചോറ്, പിന്നെ ഉച്ചക്കത്തെ മോര് കറി ഉണ്ട്. പിന്നെ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കി, ഞാൻ എല്ലാവർക്കും കാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നോമ്പല്ലേ, അപ്പോൾ കോളിഫ്ലവർ ഇല്ലേ, കോളിഫ്ലവർ വെച്ചിട്ട് കണ്ടാ. കോളിഫ്ലവർ നമ്മൾ എല്ലാ പൊടികളും ഇട്ടു. മൈദ, കോൺഫ്ലവർ, പിന്നെ ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ, എല്ലാ പൊടികളും ഇട്ട് മിക്സ് ചെയ്തു. അത് മണം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടേ, അത് ചിക്കനാന്ന് വിചാരിച്ച് കഴിക്കുക. അങ്ങനെ പിന്നെ ഉപ്പേരി, വഴുതനങ്ങ ഉപ്പേരി അടുപ്പത്താണ്. അങ്ങനെ സച്ചിമോളെ എന്തൊക്കെയാ എന്നിട്ട് മക്കൾസിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? അവിടെ എങ്ങനെയാ കാലാവസ്ഥയൊക്കെ? തണുപ്പൊക്കെ ഉണ്ടപ്പോ? കൊറേ ആയി നമ്മൾ ലൈവിൽ വന്നിട്ടില്ലേ? അന്നൊരു ദിവസം വന്നായിരുന്നു. സുഖമായിട്ടിരിക്കല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? പിന്നെ ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞ് നിർത്തം വെച്ചിട്ടാ. ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ ഇഞ്ചക്ഷന് പോവാറുണ്ട്. അടുത്തല്ല, കുറച്ചടുത്ത് പോകണം, പുഴയുടെ അവിടേക്ക് പോകണം. അവിടെ രാജേട്ടൻ വന്നിട്ട് അപ്പൂസാനെ കൊണ്ടുപോകും കേട്ടോ. അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും പിന്നെ 9:30 ആവും. ഒരു വയ്യാണ്ട കിടപ്പിലായിരിക്കുന്ന ഒരു ഉപ്പുണ്ട്. ആ ഉപ്പയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നുണ്ട്. ഫ്ലൂയിഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു പോലും അവരത് ഡിസ്കണക്ട് ചെയ്യും. അങ്ങനെ ചട്ടിയിൽ എന്താ ചോദിക്കേണ്ട ആയിഷ? ചട്ടിയിൽ നീ കണ്ടില്ല ആയിഷ? കോളിഫ്ലവർ ഞാൻ മൈദയും കോൺഫ്ലവറും പൊടികളൊക്കെ കൂട്ടിയിട്ട് കുറച്ചേരം മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് വറുത്ത് കോരിയെടുത്തിട്ട് പിന്നെ നമ്മളെ വല്യുള്ളി ഇല്ലേ, വല്യുള്ളി വെറുതെ എണ്ണയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വല്ലാണ്ട് വഴലാണ്ട് ഒന്നും കൂടി വാട്ടിയെടുത്തിട്ട് ഇതായിരിക്കും ഇട്ടെടുത്തു. അപ്പൊ ആ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ